1989 ചൈനയിലെ ബീജിങ്ങിലെ ടിയാനൻമെൻ സ്ക്വയർ അവിടെ ഏപ്രിൽ 15 ഒരു പ്രക്ഷോഭം ആരംഭിച്ചു. 2026 ജൂൺ 6 ശനിയാഴ്ച 10 AM ഇന്ത്യയിലെ ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ അവിടെയും ഒരു പ്രക്ഷോഭം ആരംഭിച്ചു. ഈ രണ്ട് പ്രക്ഷോഭങ്ങൾക്കും സമാനതകളേറെയാണ്. വൈരുദ്ധ്യങ്ങളും ഇവയ്ക്കിടയിൽ ധാരാളമുണ്ട്. ചൈനയിലെ അന്നത്തെ ഭരണകൂടം ഒരു മാവോയിസ്റ്റ് റെജിമായിരുന്നെങ്കിൽ ഇന്ത്യയിലേത് ഒരു മുക്കാൽ ഫാസിസ്റ്റ് ഭരണകൂടമാണ്. പേര് ജനാധിപത്യം എന്നാണെങ്കിലും ചൈനയിൽ രാജ്യത്തിന് കൂടുതൽ ജനാധിപത്യം വേണമെന്നും അഴിമതി വിരുദ്ധത വേണമെന്നും മറ്റ് ജനകീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയും വിദ്യാർത്ഥികളും തൊഴിലാളികളും സാധാരണക്കാരായ പൊതുജനങ്ങളുമാണ് സംഘടിച്ചതെങ്കിൽ ആയിരക്കണക്കിന് പേർ സംഘടിച്ചു. അത് മാസങ്ങളോളം നീണ്ടുനിന്നു. അതേസമയം ഇന്ത്യയിലെ ജന്തർ മന്ദറിൽ നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് പ്രക്ഷോഭകാരികൾ മുമ്പോട്ട് വെച്ചതെങ്കിലും പ്രാഥമിക പരിഗണന നൽകിയതെങ്കിലും ഇന്ത്യയിലെ പരമോന്നത കോടതിയിലെ ഒരു ചീഫ് ജസ്റ്റിസ് ഒരു വാക്പ്രയോഗം നടത്തിയതിൻ്റെ പേരിൽ, അതായത് യുവജനങ്ങളെയും വിദ്യാസമ്പന്നരായ തൊഴിൽ രഹിതരായ യുവജനങ്ങളെ കോക്രോച്ചുകൾ, പാറ്റകൾ എന്ന് ഒരു വാക്ക് അദ്ദേഹം പ്രയോഗിച്ചതായിട്ടാണ് യുവജനങ്ങളെ പ്രകോപിതരാക്കിയത്. ചീഫ് ജസ്റ്റിസ് പിന്നീട് അത് തിരുത്തിയെന്നോ ഭേദഗതി വരുത്തിയെന്നോ ഒക്കെ കേൾക്കുന്നു. ഏതായാലും അതോടനുബന്ധിച്ച് അമേരിക്കയിലെ ബോസ്റ്റണിൽ പഠിച്ചിരുന്ന അഭിജിത്ത് ദിപ്കെ എന്നൊരു യുവാവ് ഒരു പോസ്റ്റ് ഉണ്ടാക്കുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പേരിട്ടുകൊണ്ട്. കാരണം ഇന്ത്യയിലെ പരമോന്നത കോടതിയുടെ പരമോന്നത ജസ്റ്റിസ് കോക്രോച്ചുകൾ എന്ന് വിളിച്ച യുവജനങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടി, എന്നാൽ അരാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടി. അതാണ് പാർട്ടി എന്ന് പേരേ ഉള്ളൂ. അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളല്ല, പക്ഷെ അവർക്ക് കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ തീർച്ചയായും അതിന് പിന്നിലുണ്ട്. അങ്ങനെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഓൺലൈൻ ജനനം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അതിൻ്റെ സോഷ്യൽ മീഡിയ വഴിയുള്ള വളർച്ചയും വികാസവും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഏതായാലും ജൂൺ 6 ശനിയാഴ്ച അവർ ജന്തർ മന്ദറിൽ ഒരു പ്രക്ഷോഭം ആരംഭിച്ചു. ഇന്ത്യയിലെ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളും അതോടനുബന്ധിച്ചുള്ള ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നായിരുന്നു അവരുടെ പ്രഥമ ആവശ്യം. അതോടനുബന്ധിച്ച് 6-7 ആവശ്യങ്ങൾ വേറെയുമുണ്ട്. ആ ആവശ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരനും ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ആവശ്യങ്ങൾ തന്നെയായിരുന്നു. ഇന്ത്യൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരെയും അസ്വസ്ഥപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടി മുമ്പോട്ട് വെച്ചത്. ഏതായാലും പ്രഥമ പരിഗണന ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയായിരുന്നു. ബീജിങ്ങിലെ സമരം മാസങ്ങളോളം നീണ്ടു. ജൂൺ 3-4 തീയതികളിൽ 1989 ജൂൺ 3-4 അർദ്ധരാത്രിയിൽ ടാങ്കുകളും സൈന്യവും ആ ജനക്കൂട്ടത്തെ ആക്രമിച്ചു. ആയിരക്കണക്കിന് പേർ ബലിയായി. ചൈനീസ് ഔദ്യോഗിക കണക്കനുസരിച്ച് 200-300 പേരെ മരിച്ചിട്ടുള്ളൂ എന്നാണ് കണക്കെങ്കിലും റെഡ് ക്രോസിന്റെയും മറ്റ് ആഗോള സംഘടനകളുടെയും കണക്കനുസരിച്ച് ആയിരങ്ങളാണ് അവിടെ മരിച്ചു വീണത്. അതേസമയം ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ ജന്തർ മന്ദറിൽ ഇപ്പോഴും നമ്മുടെ 6 ജൂൺ ആരംഭിച്ച കോക്രോച്ച് ജൻസി യുവാക്കളുടെ സമരം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ കഴിഞ്ഞ ആഴ്ചകളിൽ അതിന് പുതിയ പുതിയ വഴിത്തിരിവുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രസിദ്ധ പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ആക്ടിവിസ്റ്റുമായ സോനം വാങ്ചുക്കിന്റെ ഈ സമരത്തിലേക്കുള്ള പ്രവേശനം ഇതിന് വലിയ തോതിൽ ശ്രദ്ധ വർദ്ധിപ്പിച്ചു, പ്രാധാന്യവും വർദ്ധിപ്പിച്ചു. മാത്രമല്ല അദ്ദേഹം പിന്നീട് നിരാഹാര വ്രതം ആരംഭിച്ചു ജന്തർ മന്ദറിൽ. ആ വ്രതത്തോടനുബന്ധിച്ച് ഒരുപാട് സെലിബ്രിറ്റികളും മറ്റുള്ളവരുടെയും ശ്രദ്ധയിലേക്ക് ഈ സമരം വരികയുണ്ടായി. അതുവരെ സർക്കാർ പൂർണ്ണമായും ഈ സമരത്തെ അവഗണിച്ചുകൊണ്ട് യാതൊരു ചർച്ചകൾക്കും തീരുമാനത്തിനും ഒരവസരവും നൽകാതെ പൂർണ്ണമായും ആ സമരത്തെ അവഗണിച്ചുകൊണ്ട്, എന്നാൽ പോലീസിനെ കൊണ്ട് അവർക്ക് ചെയ്യാവുന്നത്ര ഉപദ്രവങ്ങൾ ചെയ്തുകൊണ്ടും ഈ സമരത്തെ നേരിട്ടു. അവിടെയാണ് ശ്രീ വാങ്ചുക്കിന്റെ നിരാഹാര വ്രതം,
അദ്ദേഹത്തെ അവിടുന്ന് ബലമായി പോലീസാണോ ഗുണ്ടകളാണോ എന്ന അഭിപ്രായം ഇപ്പോഴും തർക്കത്തിലാണ്. ഏതായാലും അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുപോയി മറ്റൊരിടത്ത് കൊണ്ടുപോയി കിടത്തി അവിടെ നിന്ന് വീണ്ടും അദ്ദേഹത്തെ ആസ്പത്രിയിലേക്ക് മാറ്റി എന്ന് കേൾക്കുന്നു. ഏതായാലും സമരത്തിന്റെ മുഖമാകെ ഇതോടുകൂടി മാറി. രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ചെറുപ്പക്കാരും യുവജനങ്ങളും വിദ്യാർത്ഥികളും മാതാപിതാക്കളും കൊച്ചു കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ജീവിതത്തിന്റെ നാനാ തുറയിൽപ്പെട്ട ആളുകൾ ഈ സമര ഇടത്തിലേക്ക് ജന്തർ മന്ദറിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. ഇത് ഭരണകൂടത്തെ വലിയ തോതിൽ അന്താളിപ്പിച്ചു. അവരെ കൊണ്ടാകാവുന്നത്ര എല്ലാവിധ ഉപദ്രവങ്ങളും ജനങ്ങൾക്ക് അവിടെ എത്തിച്ചേരാതിരിക്കാനുള്ള തടസ്സങ്ങളും സൃഷ്ടിച്ചെങ്കിലും നാൾക്കുനാൾ ജനബാഹുല്യം കൂടിക്കൊണ്ടേ വന്നു. ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുതിയ വഴിത്തിരിവനുസരിച്ച് പോലീസും ഗുണ്ടകളും ഈ യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ, പെൺകുട്ടികളെ, കുഞ്ഞുങ്ങളെ, വൃദ്ധന്മാരെ വലിയ തോതിൽ ഭീകരമായി ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൽ ഇന്ന് ഒരു പെൺകുട്ടി അതിന് മൃത്യുവിനിരയായി എന്നും കേൾക്കുന്നു. ഒരു പെൺകുട്ടിയല്ല, ഇനിയും പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു പക്ഷേ ജീവാർപ്പണം ഇതിലുണ്ടായെന്ന് വരാം. അതിനേക്കാൾ കൂടുതൽ ജീവശവങ്ങളായി ഒരുപാട് യുവജനങ്ങളെ ഈ സമരം മാറ്റിയെടുത്തേക്കും എന്നും ഭയപ്പെടുന്നവരുണ്ട്. കാരണം അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഒരിക്കലും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് നിരക്കുന്നതല്ല. പക്ഷെ ഇതൊരു അർദ്ധ ജനാധിപത്യമായതുകൊണ്ട് ജനങ്ങൾ അതിൻ്റെതായ രീതിയിലാണ് ഇതിനെ കാണുന്നത്. കാരണം ഒരുപാട് ജനങ്ങൾക്ക് ഭരണകൂടത്തെ താങ്ങി നിന്നിരുന്ന അഭിപ്രായം കൊണ്ടും ധാർമ്മികമായും പിന്തുണ നൽകിയിരുന്ന പലരും ഇന്ന് ആ ഭരണകൂടത്തിനെതിരായി തിരിഞ്ഞെങ്കിലും പക്ഷേ ഭരണകൂടത്തിന്റെ മനസാക്ഷി ഒട്ടും ഇനിയും ഉണർന്നിട്ടില്ല. ഈ ജനങ്ങളുടെ, ഈ ബഹുജനങ്ങളുടെ, ഈ യുവാക്കളുടെ, ഈ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കാനാണ് ഇപ്പോഴും ഗവൺമെന്റ് വ്യഗ്രത കാണിക്കുന്നത്. ഇതിനിടക്ക് ജനാധിപത്യത്തിനോ ധാർമ്മികതക്കോ സംസ്കാരത്തിനോ നിരക്കാത്ത പല അഭിപ്രായങ്ങളും ഭരണപക്ഷത്തെ പിന്താങ്ങുന്നവരിൽ നിന്ന് പറഞ്ഞു കേൾക്കാനുണ്ട്. അതുമാത്രമല്ല, ഒരു വലിയ വിഭാഗം നിസ്സാര കാര്യത്തിന് പോലും വലിയ തോതിൽ അഭിപ്രായ പ്രകടനം നടത്താറുള്ള പല സെലിബ്രിറ്റികളും പ്രമുഖരും ഈ സമരത്തെ പൂർണ്ണമായും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവർ ഭരണകൂടത്തിന് അനുകൂലമായ അഭിപ്രായ പ്രകടനമേ നടത്തുന്നുള്ളൂ. എന്നാൽ പ്രതീക്ഷിക്കാത്ത ചില കോണുകളിൽ നിന്ന് ഈ സമരത്തിന് വലിയ തോതിൽ പിന്തുണ ലഭിക്കുന്നുമുണ്ട്. ഏതായാലും രാഷ്ട്രം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് ഈ വിഷയത്തിലൂടെ പരിഹാരമുണ്ടാവുമെന്ന് ചിലരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. പോലീസ് അട്രോസിറ്റിയെക്കുറിച്ചും ജന്തർ മന്ദറിലെ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചും പോലീസിനോട് ചേർന്ന് ഗുണ്ടാ വിളയാട്ടത്തെക്കുറിച്ചും സുപ്രീം കോടതിയുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിച്ചപ്പോൾ സുപ്രീം കോടതി വളരെ നികൃഷ്ടമായ രീതിയിൽ അതിന് നിഷേധിച്ചു തള്ളി. അവർക്ക് സുപ്രീം കോടതിക്ക് ഇതൊന്നും നോക്കാനുള്ള സമയമായില്ല പോലും എന്നല്ല, സമയമില്ല എന്നാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് എന്ന് കേൾക്കുന്നു. ഇതോട് അനുബന്ധിച്ച് നിയമവൃത്തങ്ങളിലും ഈ വിഷയം ചർച്ചയായിട്ടുണ്ട്. തുടക്കത്തിൽ തിരിഞ്ഞു നോക്കാതിരുന്ന പല രാഷ്ട്രീയ കക്ഷികളും ഒന്നൊന്നായി ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ യുവജനങ്ങളുടെ, ജൻസികളുടെ ഈ സമരപ്പന്തലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി എന്ന് തന്നെ പറയണം, ശ്രീ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ടവരും സമരവേദിയിലെത്തുകയും അറസ്റ്റ് വരിച്ച് പോവുകയും ചെയ്യുന്നു എന്നുള്ളതും കേൾക്കുന്നു. ഏതായാലും 1989 ടിയാനൻമെൻ സ്ക്വയറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ, ബഹുജന പ്രക്ഷോഭത്തിന്റെ അന്ത്യമായിക്കൂടാ ഇതിൻ്റെത് ജന്തർ മന്ദറിലെ ജൻസികളുടെ സമരത്തിന് ആ ഒരു അന്ത്യം, അതേ രീതിയിലുള്ള ഒരു സമാന രീതിയിലുള്ള ഒരു അന്ത്യം ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ ജീവശവങ്ങളെ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾ പോലീസിന്റെയും ഗുണ്ടകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കട്ടെ. ജന്തർ മന്ദറിലെ പ്രക്ഷോഭം നാളത്തെ ജനവിഭാഗങ്ങളുടേതാണ്, യുവജനങ്ങളുടേതാണ്. അവരാണ് രാജ്യത്തെ നാളെ മുന്നോട്ട് നയിക്കേണ്ടത്. ഇന്നിരിക്കുന്ന കടൽ കിഴവന്മാർ ഒന്നൊന്നായി കൊഴിഞ്ഞു പോകും. നാളെ അവരിൽപ്പെട്ടവരാണ് ഈ രാഷ്ട്രത്തിന്റെ ഭാഗതയെ നിർണയിക്കുന്ന, ഇതിന്റെ ഭരണാധികാരികളായി അധികാരത്തിൽ വരേണ്ടവർ എന്ന ഓർമ്മ ഇന്ന് അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന കടൽ കിഴവന്മാർക്ക്, ഫാസിസ്റ്റ് ചിന്താഗതിക്കാർക്ക് എത്ര വേഗം ഉണ്ടാവുന്നു അത്രയും നന്മ അവർക്കുണ്ടാവും.